KFP ടീച്ചേഴ്സ് ഫോറം ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഈ സെൻറ്റൻസ് ഒന്ന് കോപ്പി ചെയ്യണം. ഫെബ്രുവരി 1 ബാക്ക് മെസ്സേജ് ഡബിൾ ടാപ്പ് ചെയ്തു. ഇനി ഞാൻ മേലെ പോയി ഫോർവേഡ് സ്റ്റോപ്പ് പോസ് സ്റ്റോപ്പ് മോർ ഓപ്ഷൻ എടുത്തു. selected copy കോപ്പി ചെയ്തു. message copy home back copy to clipboard VHS new messages will disappear message അത് മെസ്സേജിൽ showing ടാപ്പ് text keyboard home അപ്പയുടെ എല്ലാം അടിച്ചു. copy last read from neck top back read copy last pocket screen അവിടെ search ആക്ഷൻ വന്നില്ല. top back ഞാൻ menu ഒന്നുകൂടി മാറ്റി copy അടിച്ചു. read actions അപ്പോൾ ആക്ഷൻ വന്നു. start paste പേസ്റ്റ് ചെയ്തു. Malappuram ഇനി ഞാൻ ആ എഡിറ്റ് ബോക്സ് വായിച്ചുതരാം. എഡിറ്റിംഗ് ഫെബ്രുവരി 1 രാത്രി 10 മണി വരെ KFB കോഴ്സിനായി രജിസ്റ്റർ ചെയ്തവർ Y out of G ഇവിടെ താഴെ കീബോർഡ് N L delete N B M delete full stop deleted. അപ്പോൾ താഴെ ഫുൾ സ്റ്റോപ്പ് ഡിലീറ്റ് ആയി. ഇനി ഞാൻ എഡിറ്റിംഗ് ഫെബ്രുവരി 1 രാത്രി 10 മണി വരെ ഒന്ന് തൊട്ടു. കോപ്പി ആൻഡ് പേസ്റ്റ് ടൂൾ ബാർ കണ്ടോ, കോപ്പി ആൻഡ് പേസ്റ്റ് ടൂൾ ബാർ എന്ന് പറഞ്ഞൊരു മെനു അവിടെ വരുന്നുണ്ട്. ആ എഡിറ്റ് ബോക്സ് വരുന്നോട് തന്നെ എഡിറ്റിംഗ് ഫെബ്രുവരി 1 പേസ്റ്റ് വിൻഡോ പോപ്പ് വിൻഡോ എഡിറ്റിംഗ് ഫെബ്രുവരി 1 രാത്രി 10 മണി ഇമോജി ഗിവ്സ് ആൻഡ് സ്റ്റിക്ക് 0% എഡിറ്റ് സെലക്ട് ഓൾ വിൻഡോ പോപ്പ് വിൻഡോ. ഈ സെലക്ട് ഓളിൽ ഞാൻ ഡബിൾ ടാപ്പ് കൊടുക്കുന്നു. ഡബിൾ ടാപ്പ് കൊടുത്തു. ഒന്നും മിണ്ടിയില്ല, പക്ഷേ സംഗതി അവിടെ സെലക്ട് ആയിട്ടുണ്ടാവും. ഇനി ഞാൻ ക്യാപിറ്റൽ B ക്യാപിറ്റൽ എഡിറ്റിംഗ് ക്യാപിറ്റൽ M ഡിലീറ്റ് എഡിറ്റിംഗ് മെസ്സേജ് കൊടുത്തു. എഡിറ്റിംഗ് മെസ്സേജ് ഔട്ട് ഓഫ് ലിസ്റ്റ് എഡിറ്റിംഗ് മെസ്സേജ് എന്ന് വന്നു. അതായത് മൊത്തം ലെറ്റേഴ്സും അവിടെ ക്ലിയറായി പോയി. ഇങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ബോക്സിൽ വരുന്ന നമ്മൾ കോപ്പി ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യപ്പെടുന്ന സെൻറ്റൻസുകളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടത്.